ഹലോ, ഞങ്ങൾ എന്താ പച്ചക്കറി കാണിക്കുന്നതെന്നല്ലേ? ഞങ്ങളിവിടെ ഒരു മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കോയമ്പത്തൂരിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കേട്ടോ ഇത്, പച്ചക്കറി മാർക്കറ്റ്. ഇവിടെ വഴുതിരിങ്ങയൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ഇത് ഷേപ്സിലായിരുന്നു കേട്ടോ വഴുതിരിങ്ങ. അത് കാരണമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പപ്പയും അമ്മയും കൂടി പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലോട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളും വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൂടെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും പപ്പയൊക്കെ പച്ചക്കറികൾ വാങ്ങലും ഞാനും ചിന്നുവും കൂടിയിട്ട് വീഡിയോ എടുത്ത് വരുമായിരുന്നു. എപ്പോഴും അവർ രണ്ടുപേരും കൂടെ രാവിലെ ആയിരിക്കും കേട്ടോ വരിക. ഇന്ന് രാത്രി വന്നു കേട്ടോ. എല്ലാവരും എല്ലാം എടുത്തു വയ്ക്കാൻ പോകുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് സാധനം വാങ്ങണേ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ പപ്പയും അമ്മയും കോവയ്ക്കും വഴുതിരിങ്ങയും പിന്നെ കപ്പയ്ക്കും എല്ലാം പെറുക്കി ഇടുമായിരുന്നു കേട്ടോ. അവൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വില കുറച്ച് തരണം, കുറച്ച് കമ്മിയാക്കുമെന്ന് പറഞ്ഞ് പപ്പയും അമ്മയും കൂടി തർക്കിച്ച് വാങ്ങുമായിരുന്നു. ഇത്രയും വലിയ മാർക്കറ്റിൽ ഞങ്ങൾ നിറയെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല, കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയുള്ളൂ കേട്ടോ. എന്താണെന്നറിയോ നിങ്ങൾക്കറിയോ ഞങ്ങൾ ഇത്രയും വലിയ മാർക്കറ്റിലോട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നത്? കാരണം ഇവിടെ നല്ല ലാഭമായിരിക്കും കേട്ടോ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കോളിഫ്ലവർ കണ്ടപ്പോൾ കോളിഫ്ലവറും വാങ്ങിച്ച് അടുത്തൊരു പലചരക്ക് കടയുണ്ടായിരുന്നു, അതിലും കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എണ്ണയൊക്കെ വാങ്ങി കേട്ടോ. വീടിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറേ വാങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ രാത്രി ഡ്രൈവിങ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. ഈ നൈറ്റ് ഡ്രൈവ് അങ്ങനെ നല്ല സുഖം ഉണ്ടാവും. പക്ഷേ അത് പറഞ്ഞ് നിങ്ങൾ തനിയെ വരാൻ പറ്റില്ല, പാപ്പൻ്റെ അമ്മൻ്റെ ഒക്കെ കൂടെ ആയിരിക്കണം കേട്ടോ വരേണ്ടത്. അതാണ് സേഫ്. തനിയെ വന്നു കഴിഞ്ഞാൽ ആരെ തട്ടിക്കൊണ്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലവരെ പോലെയുള്ളവരായിരിക്കും ചിലപ്പോൾ ചീത്തവരെ പോലെയുള്ളവർ നല്ലവരായിരിക്കും. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചില്ലി ബിരിയാണി കഴിക്കാൻ പറഞ്ഞിട്ട് വന്നതായിരുന്നു. നോക്കൂടി ഞങ്ങൾ ശശിയായിപ്പോയി, കാരണം അവിടെ ചില്ലി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അവിടുത്തെ കുറച്ച് റൈസും പിന്നെ സലാഡും പിന്നെ ഒരു കുറുമയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, ചിക്കൻ കുറുമയാണ്. അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ 30 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ചില്ലി ബിരിയാണിക്കാണെങ്കിൽ 50 രൂപ. ഞങ്ങൾ ഇടയ്ക്ക് വരുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. എന്തോ ഭാഗ്യത്തിൽ എനിക്കൊരു ചിക്കൻ പീസും കൂടെ കിട്ടി. അതേ ഭാഗ്യമായി പോയി. പപ്പ ഞങ്ങളുടെ ഒരു സൈഡ് നിർത്തിയിട്ട് ഓരോ സാധനങ്ങളും എടുത്തെടുത്ത് തരുമായിരുന്നു. നല്ല ടേസ്റ്റി ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അമ്മ പപ്പൻ്റെ അടുത്ത് എത്രയാണ് ബിരിയാണിക്ക് റേറ്റ് അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ റൂമിലോട്ട് ഞങ്ങൾ എത്താനായി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.